പിക്ക് വെച്ച് വൃത്തിയായി കഴിഞ്ഞാൽ 2-3 ഞൊളഞ്ഞ മുഴി അവിടെ ഇവിടെ കിടക്കത്തില്ല ഗൈസ്. അതുപോലെ എന്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റ്സ് ആണ് എന്തിനാണ് ഈ ഫിൽറ്റർ വരിയിടുന്നത്. ബൈ നമ്മുടെ കാരണവന്മാർക്ക് നല്ല രൂപമുള്ളത് കൊണ്ട് ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ ചുന്നര ആയതുകൊണ്ട് ഫിൽറ്റർ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല ഗൈസ്. പക്ഷേ ഈ വീഡിയോയിൽ ഞെട്ടുണ്ട് ചുന്ന തഴി എന്തിനെ പറ്റി നിങ്ങളത് മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ഉപ്പിലിട്ടൊക്കെയുള്ള സാധനമല്ലല്ലോ, വല്ലപ്പോഴും വാരി ഇങ്ങനെ ഇതിനകത്ത് കിടുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സമാധാനം ചുന്നി ചെയ്യേണ്ടൊക്കെ തോന്നും. അത് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഗൈസ്. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മമ്മിയുടെ സാരിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് എന്തൊരു കോപ്രായം എൻ്റെ വന്ന് കാണിച്ചാണ്. ഇവൾ ഈ സാരി കൊടുത്ത് തരുമ്പോഴത്തേനും ഇവളുടെ ഷോ കണ്ടുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു ഗൈസ് എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് ഉടുക്കാൻ പഠിക്കണം. ഞാൻ ഉടുത്ത് വെച്ചാണ് ഈ സാധനം അഴിഞ്ഞു വീഴുന്നത് പറയാൻ പറ്റരുത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വൃത്തിയുടെ പണിക്കൊന്നും പോകാറില്ല ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ സ്വന്തം സാരി നമ്മൾ റീൽ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് തന്നെ കുറച്ച് ടോണർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സിറോ ഇട്ട് കൊടുത്ത്, പിന്നെ മൂക്കും സുണ്ടും ഒക്കെ അങ്ങോട്ട് സമപ്പിച്ച് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് NYBയുടെ ഒരു പുതിയൊരു കാജൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചുണ്ടിൽ ഞാൻ കടിച്ച് പിടിച്ചിരിക്കുന്ന നമ്മുടെ ഐബ്രോസ് വരയ്ക്കാനുള്ള ഷുനാപ്പിയാണ് പുതിയത്. അത് കഴിഞ്ഞ് എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ ദിഗംബരനെ കൂട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോഴത്തേനും വൃത്തിയോടൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സെറ്റാക്കി എടുത്ത് പിന്നെ ഒരു സമന്ന പൊട്ട് അങ്ങോട്ട് ഏറ്റു കടുത്തപ്പോൾ ഫൈനലൊക്കെ എങ്ങനെ വാങ്ങിച്ചു എന്ന് നിങ്ങളൊന്നൊക്കെ ഇതാരാ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നി. എന്നാൽ നിങ്ങൾ പറയണ പത്രമുള്ളൂ. ബൈ.